അടിക്കണ്ട. നിങ്ങൾ എന്തെന്നെ അടിച്ചോളിടോ, അതൊന്നും പ്രശ്നമുള്ള കേസല്ല. നിങ്ങൾ എന്ത് തന്നെ അടിച്ചോളി, എന്ത് തന്നെ ചെയ്തോളൂ, അതൊന്നും. ഒറ്റ മിനിറ്റ് അടിച്ചു മാറ്റി പോണ്ട. ഒരു വീഡിയോ ഇപ്പം വന്നിട്ട് എന്റെ ഫ്രണ്ട് അയച്ചു തന്നിട്ട് ഇതിനെ പറ്റി വീഡിയോ ഹനാൻഷാനെ കോപ്പി ചെയ്യാനാണ് നോക്കുന്നത്. അതായത് ഹനാൻഷാന്റെ ഈ ഒരു ടീം ഉണ്ടല്ലോ, അത് ഇവർക്ക് പറ്റണില്ല. മലപ്പുറത്ത് നിന്ന് വന്ന ഈ ഒരു ടീം സകല ജനങ്ങളും ഏറ്റെടുത്ത്. അപ്പോ വീഡിയോ കണ്ടല്ലോ നിങ്ങള്. അപ്പോ ഇവർ പറഞ്ഞ ലൈവിൽ പറഞ്ഞ കാര്യോ ഇവൻ ഹനാൻഷാന്റെ അയൽവാസിയാണോ, ഇവന് എന്താ പറയാ, ഇപ്പൊ കുറച്ചു നേരത്തെ കണ്ട വീഡിയോയില്ലേ അവനുള്ളതുകൊണ്ടാണ് ഹനാൻഷാന്റെ വീഡിയോ എല്ലാം എന്താ പറയാ ഇത്ര റീച്ച് ആകുന്നത്. ഇവൻ്റെ അയൽവാസി ആയതുകൊണ്ടാണ് ഹനാൻഷ ഇത്രക്ക് റീച്ച് പോയത്. ഹനാൻഷക്കും ടീമും എന്താ പറയുക വേറെ എന്തെല്ലോ പറഞ്ഞ അതിനിടയിൽ ഹനാൻഷയും ടീമൊക്കെ കല്യാണം കഴിക്കാൻ നല്ല പെൺപിള്ളേരെ കിട്ടൂ, തൊപ്പീൻ്റെ ഗ്യാങ്ങിലുള്ളവർക്കൊന്നും പെണ്ണ് കിട്ടൂല, അങ്ങനത്തെ ഒരു പ്രസ്താവനയെല്ലാം കണ്ട് ആ ഒരു ലൈവിൽ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തൊപ്പിക്കും ഹനാൻഷാക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ തൊപ്പി റീച്ചായി വന്നത് വേറൊരു രീതിയിലും ഹനാൻഷ റീച്ചായി വന്നത് വേറൊരു രീതിയിലാണ്. അല്ലാണ്ട് തൊപ്പിക്ക് ഹനാൻഷാനെ പറഞ്ഞുകൊണ്ട് റീച്ചാവേണ്ട കാര്യമില്ല, ഹനാൻഷക്ക് തൊപ്പീൻ്റെ പേരിൽ റീച്ചാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ടാവും ആർക്കാണ് റീച്ച് വേണ്ടത്, ആരെ പേര് പറഞ്ഞാലാണ് കേരളത്തിൽ ഇപ്പോൾ റീച്ച് കിട്ടുക. ഹനാൻഷാൻ്റെ എല്ലാം പേര് പറഞ്ഞാലേ ഇപ്പോൾ എന്താ പറയുക വീഡിയോ റീച്ചിലേക്കാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ആരെങ്കിലും എന്ത് ചെയ്താലും അതിനെതിരെ നമുക്ക് എന്താ പറയാനുള്ളത്, നമ്മളെ സ്വന്തമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരിതുണ്ട്. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇവനിൽ പറയുന്നുണ്ടായി ഞാൻ ഹനാൻഷാൻ്റെ അയൽവാസിയാണ്. ഞാൻ ഇതുവരെ ഈ പറഞ്ഞ ആൾ ഹനാൻഷാൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, സ്ഥിരമായിട്ട് ഹനാൻഷാൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണ്. അപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാലാണ് റീച്ച് കിട്ടുക എന്നെല്ലാം പറയുന്നുണ്ട്. തൊപ്പിക്ക് ഇനി പെണ്ണിട്ടേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ ഒന്ന് റീച്ച് ആവുക, തൊപ്പിന് പെണ്ണിട്ട് റീച്ച് പോവുകയോ, അതുകൊണ്ട് തൊപ്പി എന്താക്കൂല, അങ്ങനെ ചെയ്യൂല. ഇതിൻ്റെ മുന്നേ നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ തൊപ്പി ചെയ്തൊരു കേസ് കിട്ടല്ലോ, അങ്ങനെ ഇതായിക്കല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റി പറയാൻ വേണ്ടി വന്നത്. ഇത് എനിക്കൊന്ന് ഏതോ ഒരു ലൈവിൽ എനിക്കൊന്ന് അവർ തമ്മിലുള്ള ലൈവിൽ ഈ ഷാജഹാൻ ഷാ എന്ന് പറയുന്ന വ്യക്തിയും വേറൊരാൾ അതെങ്ങനെ എനിക്കറിയില്ല, അവന് എനിക്കൊന്ന് അവന് വൈഫുള്ള വീഡിയോസ് ഇടലാ തോന്നുന്നുണ്ട്. അപ്പോൾ പറഞ്ഞല്ലോ, അപ്പോൾ ഇവരൊക്കെ വന്നത് ചിലപ്പോൾ എന്താ പറയുക വൈഫിനെ കാണിച്ചിട്ട് റീച്ചിലേക്ക് വന്നതായിരിക്കും. നല്ല കാര്യം, നല്ലൊരു എന്താ പറയുക ഓൻ്റെ എല്ലാം വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി വ്യൂവേഴ്സ് ആയിരിക്കും. അതിനിടയിൽ ഇവൻ കയറി തെറി വിളിക്കുന്നതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഇപ്പോൾ ഉള്ള റീച്ചും ഇല്ലാണ്ടാവും. ഇപ്പോൾ ഏകദേശം കുറേ എല്ലാം പോയിക്കുണ്ടാവും റീച്ചുകൾ. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ തൊപ്പീൻ്റെ പേരിൽ പറയാൻ ഇറങ്ങുമോ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ തൊപ്പിക്ക് പോകാനൊന്നുമില്ല, തൊപ്പി കിട്ടാനേ ഉള്ളൂ തൊപ്പിക്ക്. അപ്പം നിങ്ങളത് അങ്ങനത്തെ അല്ല, നിങ്ങൾക്കെല്ലാം എന്താ പറയുക ഫാമിലി വ്ളോഗറാണ്. ഒരു തെറി വിളി നിങ്ങളെ വീഡിയോയിൽ വന്നാൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ തെറി വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫാമിലി വ്യൂവേഴ്സ് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ യൂട്യൂബ് ഫാമിലി എന്താക്കൂ, അത് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓലങ്ങ് പോകും. പിന്നെ റീച്ച് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തീട്ട കേസുകൾ കിട്ടിക്കഴിഞ്ഞാൽ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു ഫോർച്യൂണർ എടുക്കാൻ പോവാണ് ഗൈസ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ വൈഫും തമ്മിലുള്ള ആരോടും പറയാത്ത പ്രശ്നങ്ങൾ ഇവർ വരും. എങ്ങനെയാണ് യൂട്യൂബ് ചാനലിലേക്ക് കപ്പിൾസായിട്ട് വരും, എങ്ങനെ എൻ്റെ ലവറിൻ്റെ ഫേസ് റിവീലിങ്, അങ്ങനെ ഒരു 10 വീഡിയോ ഇട്ട് റീച്ച് ആക്കും. അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ റീച്ച്, പിന്നെ ഗർഭം, പിന്നെ ആടെ പോകുന്നു ഈടെ പോകുന്നു ടൂർ പോകുന്നു, അതാക്കുന്നു ഇതാക്കുന്നു. അതാണ് ഒരു ഫാമിലി വ്ളോഗ് പോകുന്നത്. ഇങ്ങനെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളെല്ലാം അങ്ങനെ വരും. അതാ എൻ്റെ വൈഫ് ഇന്ന് എനിക്ക് എന്താ പറയുക ലഡു ഉണ്ടാക്കി തന്നു, അതുണ്ടാക്കി ഇതുണ്ടാക്കി, ബിരിയാണി ഉണ്ടാക്കി, അതുണ്ടാക്കി ഇതുണ്ടാക്കി. അപ്പോൾ ഇതൊന്നും കാര്യമില്ല ഗൈസ്. നിങ്ങൾക്ക് ഇതിന് ഞാൻ പറയുന്നതിന് എന്തെങ്കിലും എതിർ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന ഒരു 95% എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ. അതിൽ എനിക്കൊരു കംപ്ലൈൻ്റ് ഒന്നുമില്ല. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ, ഫുള്ള് വരെ വീഡിയോ കണ്ടല്ലോ, ബിഗ് താങ്ക്സ്. അപ്പോൾ ഇവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാളെ എന്താ പറയുക റീച്ചിലേക്ക് എത്തിക്കുന്നതും റീച്ചിൽ നിന്ന് എടുത്തിട്ട് താഴത്തിട്ടിട്ട് ചവിട്ടുന്നതും ഈ കാണുന്ന നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരാണ്. നിങ്ങളെപ്പോലത്തെ ഓരോരുത്തരില്ലെങ്കിൽ ഇവിടെ ഒരു സെലിബ്രിറ്റിയോ ഒരാളും ഒരു കാലത്തും ഒന്നും ആവില്ല. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങളെപ്പോലത്തെ വ്യൂവേഴ്സാണ് ഇവിടെ ഒരാളെ വളർത്തണോ അല്ലെങ്കിൽ താഴ്ത്തണോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാണ്ട് ഓരോരുത്തരെ കഴിവ് വെച്ചിട്ട് ഹനാൻഷയൊക്കെ ഒരു കഴിവ് വെച്ചിട്ട് വന്ന ഒരാളാണ്. അവനക്ക് കിട്ടിയ പാട്ട് എന്ന ദൈവ അനുഗ്രഹമായ ആ ഒരു കഴിവ് വെച്ചിട്ടാണ് ഹനാൻഷ വന്നത്. ബാക്കിയുള്ളവരെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരതായ ഒരു കണ്ടന്റ് ആയിരിക്കും. തൊപ്പി വന്നത് എന്ന് പറഞ്ഞാൽ തൊപ്പി അത്രക്ക് ഡിസേർവ് ആയിട്ടാണ് തൊപ്പി വന്നത്. ഐഷോ സ്പീഡിന് അങ്ങനെ കോപ്പി അടിച്ചിട്ട്
അത് കേരളത്തിലേക്ക് ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടാണ് തൊപ്പി എന്തായത് വന്നത്. തൊപ്പിൻ്റെ ആദ്യകാല വീഡിയോസ് എടുത്തു നോക്കിയാൽ നമ്മളെന്താ പറയുക, അവൻ്റെ IRL ആയിക്കോട്ടെ, തൊപ്പി റിയാക്ഷൻ ആയിക്കോട്ടെ ഒക്കെ ചെയ്തു വന്നത് എന്ന് പറഞ്ഞാൽ സ്പീഡ് എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതേ ഒരു കണ്ടൻറ്റാണ്. ഇപ്പോൾ തൊപ്പി ഒരാളെയും പേര് പറഞ്ഞിട്ടല്ല വന്നത്, ഐഷോ സ്പീഡിനെ ഇതാക്കിയിട്ടാണ് വന്നത്. ഐഷോ സ്പീഡ് വന്നത് ക്രിസ്ത്യാനോൻ്റെ പേര് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ചിലപ്പോൾ തൊപ്പിയുടെ വീഡിയോ എടുത്തിട്ടായിരിക്കും ഞാൻ വരുന്നത്. നമുക്ക് ഓരോരുത്തർ ഇതാണ്, നമ്മളിപ്പോൾ ഏത് രീതിയിലാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഏത് സമൂഹത്തിൻ്റെ വീഡിയോ എന്താ പറയുക നമ്മൾ കാണുന്ന വീഡിയോസ് അതൊക്കെ ഇൻസ്പയർ ആയിട്ട് നമ്മൾ വരുത്തി. ഞാൻ ആദ്യം യൂട്യൂബ് തുടങ്ങിയ കാലങ്ങളിൽ ട്രാവൽ വ്ലോഗായിരുന്നു കൂടുതൽ ചെയ്തത്. ഡേ ഇൻ മൈ ലൈഫ്, അത് ഇത് ഞാൻ മല്ലു ട്രാവൽ ആ ഒരു കണ്ടീഷനിൽ വന്ന് അതിനുശേഷം മല്ലു ട്രാവൽ അത് കേസ് കെട്ട് ലൈറ്റ് പോലെ പോയി. ഞാൻ പിന്നെ ദുബായിലേക്ക് വന്ന് തിരിച്ച് ദുബായിലെത്തി. നമ്മളെന്താ പറയുക, നമ്മളതായ തിരക്കുകളിലേക്ക് പോയി, ബിസിനസ് പരമായ തിരക്കുകളിലേക്ക് പോയി. അങ്ങനെ ബിസി ആയതുകൊണ്ട് കുറേ കാലം ഇതിലില്ലേനു. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലായിട്ടോ അങ്ങനെയെല്ലാം അയച്ചു തരും. പിന്നെ കുറേ ആളുകൾ എന്നോട് ചോദിച്ചു എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ വെക്കാം. അപ്പോൾ വേറെന്താ പറയാനുള്ളത്, ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എനിക്ക്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറയാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ കൂടെ ഡെയിലി നൈറ്റിൽ ലൈവ് ഇടലുണ്ട്. ഇൻഷാ അല്ലാ കാണാം. നമുക്ക് നേരത്തെ പറഞ്ഞ പ്രസ്താവനയോട് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് അടിക്കട്ടോ. അപ്പോൾ ഏറെക്കുറെ തൊപ്പി ഷാജഹാൻ വിഷയം അവസാനിക്കട്ടെ എന്ന് വിചാരിക്കുന്നു.